കോൺഗ്രസിനെ സംബന്ധിച്ച് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് വായിക്കുന്നത് ഇപ്പോൾ SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഈ സമീപകാലം എടുത്ത നിലപാടുകൾ പലപ്പോഴും കോൺഗ്രസിനെതിരാണ്. പ്രത്യേകിച്ചും ചില നേതാക്കൾക്കെതിരെ നിശ്ചിത വിമർശനങ്ങളൊക്കെയാണ് ഉയർത്തിയത്. അപ്പോൾ അവർ തമ്മിൽ യോജിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമെന്ന് തോന്നുന്നു. അവരുടെ വാക്കുകളിൽ അത് നിഴലിക്കുന്നുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി പറയുന്നത്? അദ്ദേഹത്തിനൊരു ഷോക്കായി മാറിയോ യഥാർത്ഥത്തിൽ NSSന്റെ ഈ ഒരു തീരുമാനം? ഈ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിനൊരു ഷോക്കായി മാറിയെന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിന് ഇന്നലെയാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി വീട്ടിലാണുള്ളത്. രാവിലെ മുതൽ ധാരാളം ആളുകൾ വന്നിരുന്നു. BJP നേതാവ് PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകളെത്തി. PS ശ്രീധരൻപിള്ള വെള്ളാപ്പള്ളിയെ കണ്ട് ഇറങ്ങി വന്നതിന് ശേഷം ഈ നായർ ഈഴവ ഐക്യത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ സംസാരിച്ചത്. പ്രത്യേകിച്ച് ശ്രീധരൻപിള്ള ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ പോയി സുകുമാരൻ നായരെ കണ്ടിരുന്നതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയെ വന്ന് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ സമുദായങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഇടപെടുന്നത് നല്ലതാണെന്നും അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി വീട്ടിൽ നിന്ന് മടങ്ങി ഏതാനും മിനിറ്റുകൾക്കകമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള NSSന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് കണ്ടത്. നമ്മൾ ചോദിച്ചത് ഏതെങ്കിലും രീതിയിലുള്ള ഔദ്യോഗികമോ അനൗദ്യോഗികവുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അറിയിപ്പുകളോ സംഭാഷണമോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരറിയിപ്പും ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചതിന് ശേഷം കൂടുതൽ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം. തൽക്കാലം ഈ വിഷയം കൂടുതൽ ചോദിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഞെട്ടലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചരിത്രത്തിൽ പലതവണ ഇതിനു മുൻപ് 3 തവണയാണ് 70 മുതൽ ഇങ്ങോട്ട് 3 തവണയാണ് NSSും SNDPയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ചർച്ചകൾ നടന്നത്. 3 തവണയും പരാജയപ്പെട്ടു. 4ാം തവണ സ്വാഭാവികമായിട്ട് തന്നെ മുൻപ് 3 തവണ കുറച്ചുകൂടെങ്കിലും ആ ചർച്ചകളും ആ ഐക്യത്തിൻ്റെ ഒരു ശബ്ദവും കുറച്ച് ദൂരമെങ്കിലും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് ആദ്യ പോയിന്റിൽ തന്നെ ഇങ്ങനെ ഒരു ഐക്യ സാധ്യത മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു സംഘടന എന്ന നിലയിൽ, ഒരു ബൈലോയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്കൊന്നും അല്ലല്ലോ ഈ ഐക്യം വിഭാവനം ചെയ്തത്. പരമാവധി ഒരുമിക്കാവുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഹിന്ദു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കാണെങ്കിൽ ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ 2 സംഘടനകൾക്കും ഒരുമിക്കാവുന്ന നിലയിൽ മുന്നോട്ട് പോവുക എന്നായിരിക്കില്ല. അല്ലാതെ ഒറ്റ ബൈലോയിലേക്ക് വരികയൊന്നുമല്ലോ. NSS ഭയപ്പെടുന്ന പോലെ രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് സമദൂര നിലപാട് തുടരാനുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടി തുറന്നിട്ടിട്ടല്ലേ ഈ ഐക്യം നടപ്പാക്കേണ്ടിയിരുന്നത്, അതിൻ്റെ ചിന്തകൾ നടന്നെങ്കിൽ. തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ SNDPയുടെ നേതൃയോഗം ചേർന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി അടുത്ത ദിവസങ്ങളിൽ അവിടെ പോയി സുകുമാരൻ നായരെ നേരിട്ട് കണ്ടിട്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമുള്ള കൂടിക്കാഴ്ചയൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. എന്ന് മാത്രമല്ല, ദിവിഷ് ചോദിച്ചതുപോലെ NSSന്റെ നിലപാട് സമദൂരമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അവരുടെ സമദൂരം തുടരാം, ഞങ്ങൾ തമ്മിൽ ആലോചിച്ചെടുക്കുന്ന ശരിദൂരം പല കാര്യങ്ങളിലും കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ഒന്നിച്ച് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. പക്ഷേ അപ്പോഴും ഈ NSSും SNDPയും തമ്മിലുള്ള ഐക്യം ഉറപ്പിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുക. ഒരു രീതിയിലും വേർപിരിക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഇത് മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ വീണ്ടും ഐക്യത്തിലേക്ക് പോവല്ലേ? അപ്പോൾ അദ്ദേഹം കളിയാക്കി എന്നോട് ചോദിച്ചത്, എന്തിനാണ് നല്ലൊരു കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ചത്ത കുഞ്ഞിൻ്റെ ജാതകമൊന്നും നോക്കാൻ പോകേണ്ട കാര്യമില്ല, ഏതായാലും നല്ല കാര്യമല്ലേ, മുന്നോട്ട് പോകട്ടെ എന്ന് ഒരു സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ഒരു പരിഹാസ രൂപേണ സംസാരിക്കാൻ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് സംസാരിക്കുന്നതാണ് അദ്ദേഹം. ആ രീതിയിലാണ് അതിന് മറുപടി നൽകുക. അത്രമേൽ അദ്ദേഹം ആ ഐക്യത്തിൽ വിശ്വസിച്ചിരുന്നു. ആ ഐക്യം മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുസ്ലിം ലീഗിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് ലീഗ് വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ് ലീഗ് പല കാര്യങ്ങളും നേടുന്നു എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ ആരോപണം, രാഷ്ട്രീയ യുദ്ധത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ കേരളത്തിലെ 2 ഹിന്ദു വിഭാഗത്തിലെ 2 വലിയ സാമുദായിക സംഘടനകൾ ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്, അദ്ദേഹത്തിൻ്റെ വാക്കിന് കുറച്ചുകൂടി മൂല്യം കൂടും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രവുമല്ല, വിശാല അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഐക്യം, നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു പടി കൂടി ഉയർന്ന് നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നമ്മൾ പലപ്പോഴും പറയാനുള്ളത് ഒരു പവർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക എന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രവും സാമുദായിക താല്പര്യവും അതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കണിച്ചുകുളങ്ങരയിൽ നിന്ന്
ചങ്ങനാശ്ശേരിയിലേക്കുള്ള ദൂരം കുറയുന്നു എന്ന് കരുതിയവർക്ക് തെറ്റി. കണിച്ചുകുളങ്ങരയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള ദൂരം കൂടുകയാണ് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ അവസാന വരിയിൽ NSS പറഞ്ഞിട്ടുണ്ട്, ഐക്യം ഇല്ല എങ്കിലും മറ്റു സാമുദായിക സംഘടനകളുമായിട്ടുള്ള സൗഹൃദാർത്ഥം ഇവിടെയും SNDP യുമായിട്ട് തുടരും. അപ്പോൾ ഏത് നിലയിലുള്ള സൗഹൃദമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും.